ഈ പ്രോട്ടീൻ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അത് ബോഡിക്കൊക്കെ കേടല്ലേ? അതായത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലേ? ഒരു അഭിപ്രായമില്ല, കാരണം കിഡ്നി കടിച്ചു ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല അതിനോട്. ഇതുപോലെ പ്രോട്ടീൻ പൗഡേഴ്സ് ഹാംഫുൾ ആണെന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവെ ഉണ്ട്. ആക്ച്വലി പ്രോട്ടീൻ പൗഡേഴ്സ് അത്ര ഹാംഫുൾ ഒന്നും അല്ല. എന്താണ് ആക്ച്വലി പ്രോട്ടീൻ പൗഡർ? നമ്മുടെ നാട്ടില് ബേസിക്കലി 2 ടൈപ്പ് കിട്ടും. ഒന്ന് പ്ലാന്റ് ബേസ്ഡും വേറൊന്ന് വെയ് പ്രോട്ടീനും. ഈ വെയ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ഈ വെയ് പ്രോട്ടീൻ. സോ എന്തിനാണ് പ്രോട്ടീൻ പൗഡർ? ഒരു നോർമൽ ആക്ടിവിറ്റി ഉള്ള ഒരാൾക്ക് ആ ആളുടെ പെർ കിലോഗ്രാം ബോഡി വെയ്റ്റിന് ഏകദേശം 0.8 to 1 gram ഓഫ് പ്രോട്ടീൻ ഇൻടേക്ക് ആണ് വേണ്ടത്. അതായത് 60 കിലോ ഉള്ള ഒരാൾക്ക് ഏകദേശം 60 ഗ്രാം പ്രോട്ടീൻ അയാൾ കഴിക്കണം. അതിനനുസരിച്ചുള്ള ഫൈബർ കൂടെ അയാൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഈ 60 ഗ്രാം പ്രോട്ടീൻ ഫുഡിൽ നിന്ന് മാത്രം കഴിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്താന്ന് വെച്ചാൽ ഒരു 10 എഗ് വൈറ്റ്സ് അല്ലെങ്കിൽ ഒരു 250 ഗ്രാം ഓഫ് ചിക്കൻ ഒക്കെ കഴിച്ചാലാണ് ഓൾമോസ്റ്റ് ഈ 60 ഗ്രാം പ്രോട്ടീൻ ഇൻടേക്ക് കിട്ടും. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രോട്ടീൻ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറിൽ ഓൾമോസ്റ്റ് ഒരു 30 ഗ്രാം പ്രോട്ടീൻ നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് ആരൊക്കെയാണ് പ്രോട്ടീൻ പൗഡേഴ്സ് എടുക്കേണ്ടത്. ഒന്ന് വെജിറ്റേറിയൻസ്. അവർക്ക് വെജിറ്റേറിയൻ സോഴ്സിൽ നിന്ന് മാത്രം ഇത്രയും പ്രോട്ടീൻസ് കൺസ്യൂം ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തത് അത്ലറ്റിക്സ് അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സ് പോലെയുള്ളവർക്ക് മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ പൗഡേഴ്സ് ഡിപ്പെൻഡ് ചെയ്യാം. മൂന്നാമത് ബിസി പ്രൊഫഷണൽസ്. അവർക്ക് ഡെയിലി ഷെഡ്യൂളിൽ ഇത്രയും ഫുഡ് കൺസ്യൂം ചെയ്യാനുള്ള ടൈം അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ളവർക്കും പ്രോട്ടീൻ പൗഡേഴ്സ് ഡിപ്പെൻഡ് ചെയ്യാം. ഇനി ആരൊക്കെയാണ് പ്രോട്ടീൻ പൗഡേഴ്സ് എടുക്കാൻ പാടില്ലാത്തത്? കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ലിവർ ഡിസീസ് ഉള്ളവരാണെങ്കിൽ ഒരു ഡോക്ടർ അഡ്വൈസ് ഇല്ലാതെ പ്രോട്ടീൻ പൗഡേഴ്സ് എടുക്കുന്നത് നല്ലതല്ല. അതുപോലെ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഏതാണ് ബെസ്റ്റ് പ്രോട്ടീൻ പൗഡർ? എപ്പോഴും നല്ലത് ഫാർമസി പ്രോട്ടീൻ പൗഡേഴ്സ് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം അതിൽ 90% ഷുഗറും ഫാറ്റ് കണ്ടന്റും ആണ്. പ്രോട്ടീൻ കണ്ടന്റ് വളരെ കുറവാണ്. അതുപോലെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ പൗഡേഴ്സിൽ ചിലതിൽ ഫംഗൽ ടോക്സിൻസ് എല്ലാം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായി റിസർച്ച് ചെയ്ത് റെപ്യൂട്ടഡ് കമ്പനീസിൽ നിന്നുള്ളത് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക.